ജോർജിയ സീരീസിൽ ഇതിന് തൊട്ട് മുന്നുള്ള വീഡിയോകളിൽ നമ്മൾ തിബിലിസിയിൽ നിന്ന് കസ്ബെഗിയിലേക്ക് പോകുന്ന വഴിക്ക് അനനൂരി ഫോർട്ടസ് പിന്നെ ഗുദൌരി ഒക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള വീഡിയോകളിൽ നമ്മൾ ഗുദൌരി ടു കസ്ബെഗിയും പിന്നെ അവിടുത്തെ കാഴ്ചകളും ഒക്കെയാണ് കാണാൻ പോകുന്നത്. ജോർജിയയിൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു സംഭവമാണ് ഇവിടുത്തെ മിനറൽ സ്പ്രിങ്സ്. നമ്മളിപ്പം ഗുദൌരിയിൽ നിന്ന് കസ്ബെഗിയിലോട്ട് പോകുന്നത് ജോർജിയ മിലിറ്ററി റോഡ് വഴിയാണ്. ഈ റോഡിൽ നമുക്ക് ഇതുപോലെ ഒരു മിനറൽ സ്പ്രിങ്സ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു വെള്ളത്തിലുള്ള മിനറൽ കണ്ടന്റ് കാരണം ഈ പാറമേലൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക കളറിൽ ഇങ്ങനെ ഒരു പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു സംഭവമാണിത്. ഇവിടെ ആൾക്കാരൊക്കെ വണ്ടി നിർത്തുകയും അതിൻ്റെ മുകളിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കാണുമ്പോൾ നല്ല വഴുക്കലുള്ള പോലെ തോന്നുവാണെങ്കിലും ഈ സംഭവത്തിൽ ചവിട്ടുമ്പോൾ അങ്ങനെ വഴുക്കലൊന്നും ഉണ്ടാവില്ല. പിന്നെ ചില ആൾക്കാരൊക്കെ ഇവിടുന്ന് വെള്ളമൊക്കെ കളക്ട് ചെയ്ത് കുടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവരവരുടെ റിസ്കിൽ തന്നെ ചെയ്യേണ്ടി വരും. അത്യാവശ്യം ആൾക്കാരൊക്കെ നിർത്തുന്ന ഏരിയ ആയതുകൊണ്ടാകും. ഇത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉള്ള ഏരിയ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിലൊക്കെ എത്തുമ്പോഴത്തേക്ക് നല്ല തണുപ്പാവുന്നുണ്ട്. അത്യാവശ്യം വിൻ്റർ ക്ലോത്ത്സ് കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു ടണൽ വരുന്നുണ്ട്. ആ ഒരു ടണലിൽ ഒരേ സമയത്ത് ശരിക്കും 2 വേ കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. അത് ഞങ്ങൾ പോയ സമയത്ത് മാത്രമാണോ അതോ എപ്പോഴും അങ്ങനെയാണോ എന്നറിയില്ല. അത് കാരണം അവിടെ ഒരു 20 മിനിറ്റോളം ഡിലേ കിട്ടുന്നുണ്ടായിരുന്നു. കസ്ബെഗിയുടെ പുതിയ പേര് സ്റ്റെപ്പൻസ് ബിൻഡ എന്നാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നെയിം ബോർഡൊക്കെ നോക്കുമ്പോഴത്തേക്കെല്ലാം സ്റ്റെപ്പൻസ് ബിൻഡ എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ ആൾക്കാരെല്ലാം പഴയ പേര് യൂസ്ഡ് ആയതുകൊണ്ട് കസ്ബെഗി എന്ന് തന്നെയാണ് പറയാറുള്ളത്. പിന്നെ പോകുന്ന വഴിക്കൊക്കെ ഇത് സെപ്റ്റംബർ മാസം ആയിരുന്നിട്ട് കൂടി അത്യാവശ്യം നല്ല മഞ്ഞ് മൂടി കിടപ്പുണ്ടായിരുന്നു. വിൻ്റർ മാസമൊക്കെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഞങ്ങൾ അത്യാവശ്യം ഈ പച്ചപ്പും പഴങ്ങളൊക്കെ കാണുന്നിടത്തൊക്കെ ഇങ്ങനെ നിർത്തിയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ കസ്ബെഗിയിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട്. അപ്പം അതിൽ ഏറ്റവും അടുത്തായിട്ട് വരുന്നത് ഗർഗത്തി ചർച്ചാണ്. അവിടുത്തെ സിറ്റിയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ തന്നെ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പം ചെന്ന ദിവസം തന്നെ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ പിറ്റേ ദിവസം കുറച്ച് ഫാർ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ ലിസ്റ്റ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സീ ലെവലിൽ നിന്ന് 2200 മീറ്റർ ഉയരത്തിലാണ് ഗർഗത്തി ട്രിനിറ്റി ചർച്ച് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സിഗ്സാക്ക് ആയിട്ടുള്ള റോഡൊക്കെയാണ്. ഇപ്പം തിബിലിസിയിൽ നിന്ന് കസ്ബെഗിയിലോട്ട് ബസ് സർവീസസ് അവൈലബിൾ ആണ്. വേണമെങ്കിൽ നമുക്ക് ട്രാവൽ ഏജൻറ്റ് വഴിയൊക്കെ ഇങ്ങനെ ബസ് ബുക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സൊന്നും ഇതിന് മുകളിലേക്ക് പോവാറില്ല. അങ്ങനെ വരുന്നവരൊക്കെ ഒരുവിധം ഗ്രൂപ്പ് ടൂർ ആയിട്ടാവും വരുന്നുണ്ടാവുക. അവരിപ്പം ഇതിൻ്റെ താഴെ വന്നിട്ട് ഇവിടുന്ന് വേറെ വണ്ടിയിലാണ് അവരെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ ഇതിന് മുകളിലേക്ക് ഹൈക്കിങ് ചെയ്ത് പോകാനുള്ള ഓപ്ഷനുണ്ട്. അത്യാവശ്യം ഒരു മീഡിയം ലെവൽ അഡ്വഞ്ചർ ഉള്ള ഒരു ഹൈക്കിങ് തന്നെയാണ്. അത്യാവശ്യം കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ റോഡും പിന്നെ ഈ ഗ്രാമങ്ങളുടെ ഉള്ളിലൂടെയൊക്കെയാണ് നടന്നു കയറേണ്ടത്. ഏകദേശം 3/4 മണിക്കൂറോളം ഹൈക്ക് ചെയ്ത് കയറുവാണെങ്കിൽ എടുക്കും. പിന്നെ ഹൈക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ട് അതേ റൂട്ട് വഴി തന്നെ തിരിച്ചും കൂടി ഇറങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടയേർഡാവുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരൊക്കെ മുകളിലേക്ക് പോയിട്ട് അവിടുന്ന് ക്യാബ് കിട്ടാറുണ്ട്. ലോക്കൽ ക്യാബുകളൊക്കെ കിട്ടാറുണ്ട്. അവിടുന്ന് വേണമെങ്കിൽ തിരിച്ച് വണ്ടിയിൽ വരാം. പിന്നെ ചില ഗ്രൂപ്പുകൾ ഹൈക്കിങ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടികൾ മുകളിൽ പോയിട്ട് വെയിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഈവനിങ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, പോകുന്ന വഴിക്ക് നമുക്കങ്ങനെ വലിയ തിരക്കൊന്നും ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. വല്ലപ്പോഴും 1-2 വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടേക്ക് എത്തുമ്പം അത്യാവശ്യം വണ്ടികളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയും കൂടി ആകുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ടൊരു പേടി തോന്നുന്ന ഒരു റൂട്ടൊക്കെ തന്നെ ആയിരുന്നു. നന്നായിട്ട് വളവും തിരിവും പിന്നെ നല്ല ഹൈറ്റും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ചർച്ചിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ ചർച്ച് നന്നായിട്ട് കാണാവുന്നതാണ്. പക്ഷെ നമ്മൾ നന്നായിട്ട് ഒരു ഫോഗുള്ള സമയത്താണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഇങ്ങനെ മങ്ങിയ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ഈ പള്ളിയുടെ കുറച്ച് താഴ്ഭാഗത്തായിട്ടാണ് പാർക്കിംഗ് ഏരിയ വരുന്നത്. അവിടെ വണ്ടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് ദൂരം ഒന്ന് നടന്ന് കയറാനുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കസ്ബെഗി സിറ്റി മൊത്തത്തിൽ നമുക്ക് കാണാം എന്നൊക്കെയുള്ള പ്രതീക്ഷയോടെയാണ് വന്നെങ്കിൽ നമ്മളിപ്പം നോക്കുമ്പോഴത്തേക്കും കസ്ബെഗി സിറ്റി പോയിട്ട് നമുക്ക് ചുറ്റും ഈ മഞ്ഞല്ലാണ്ട് വേറൊന്നും കാണാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് നന്നായിട്ട് ഫോഗി ഡേ ആയിരുന്നു. ഈ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് പള്ളിയുടെ അടുത്തേക്കുള്ള ഈ ഒരു വഴിയും അത്യാവശ്യം നല്ല കുത്തനെ ഉള്ളതാണ്. അപ്പോൾ നല്ല തണുപ്പുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ കിതയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊന്നും നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ വണ്ടിയിൽ പോയി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് കസ്ബെഗിയിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ യാത്ര ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെയാണ് ഇന്ന് സ്റ്റേ. അപ്പോൾ ഞങ്ങൾ വേഗത്തിൽ ചർച്ചിൽ പോയിട്ട് തിരിച്ചു പോയിട്ട് റൂം എടുക്കാമെന്ന് വിചാരിച്ചായിരിക്കുന്നത്. 5:30 ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. 14ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ പള്ളി ഇവിടുത്തെ ഈ ഒരു ലൊക്കേഷനും ഇതിൻ്റെ ആർക്കിടെക്ചറും ഹിസ്റ്ററിയൊക്കെ കാരണം വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. ഇപ്പം ഈ ഒരു പള്ളിയിൽ നിന്ന് നമുക്ക് താഴേക്ക് നോക്കിയാൽ കസ്ബെഗി സിറ്റി ഫുള്ളായിട്ട് കാണാം. അതുപോലെ തന്നെ കസ്ബെഗിയിൽ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും മേളിലായിട്ട് നമുക്ക് ഈ ഒരു ചർച്ചിൻ്റെ ഈ ഗോപുരമൊക്കെ നമുക്ക് കാണാൻ പറ്റും.
ഈ ഭാഗത്തൊക്കെ എന്തൊക്കെയോ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മളിപ്പം വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. വ്യൂ പോയിന്റിൻ്റെ ആ ഒരു ഞങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന സംഭവങ്ങൾ മാത്രം തന്നെ കാണാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ സ്വെറ്ററൊക്കെ വണ്ടിയിൽ വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തണുത്തിട്ട് സംസാരിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ മിക്കവാറും എല്ലാ ക്ലൈമറ്റിലും നല്ല തണുപ്പ് തന്നെയായിരിക്കും. അപ്പം സ്വെറ്ററൊക്കെ കയ്യിൽ പിടിച്ച് തന്നെ മുകളിലേക്ക് വരുന്നതാണ് നല്ലത്. ഇപ്പം ഇതിൻ്റെ ഈ ഭാഗമൊക്കെ വ്യൂ പോയിന്റ് തന്നെയാണ്. ഒന്നാമത് നമുക്ക് താഴോട്ടൊന്നും കാണാനും കിട്ടുന്നില്ല. പിന്നെ ഒത്തിരി മഞ്ഞിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഡ്രൈവ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാവും തോന്നി. അത് കാരണം നമ്മൾ വേഗത്തിൽ തന്നെ ഒന്ന് പള്ളിയിലൊക്കെ കയറിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അകത്തേക്ക് കയറുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടി മഞ്ഞ് കൂടിയിട്ടുണ്ടായിരുന്നു നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും. ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ റോഡൊക്കെ കുറച്ച് വിസിബിലിറ്റി ഒക്കെ കുറവായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 7 ഡിഗ്രിയൊക്കെ തന്നെയായിരുന്നു ആ ടോപ്പിലപ്പോൾ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടേക്കുള്ള യാത്ര മാക്സിമം ഡേ ടൈം പ്ലാൻ ചെയ്തതായിരിക്കും നല്ലത്. പ്രത്യേകിച്ചും ആ ഒരു വിൻ്റർ സമയത്തൊക്കെ വരുവാണെങ്കിൽ വിസിബിലിറ്റി നല്ല പ്രശ്നമായിരുന്നു. പിന്നെ താഴേക്കൊക്കെ വരുമ്പോൾ വലിയ മോശമില്ലാണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും മുകളിൽ തന്നെ അത്യാവശ്യം ഒരു 10-15 ഹെയർ പിൻ വളവുകളൊക്കെ ഉള്ളതാണ്. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കസ്ബഗി സിറ്റിയിലെത്തുന്നത്, സിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് നേരെ ഇറങ്ങി ചെല്ലുന്ന സിറ്റിയിലേക്ക് തന്നെയാണ്. അവിടെ തന്നെ 2 ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ റൂം കണ്ടുപിടിക്കാണ്ടാണ് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതിന് തിരിച്ച് പോയിട്ട് വേണം നമുക്ക് റൂം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ എത്തുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഫോഗൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് കാണാൻ നല്ല ഭംഗിയാണ്. ശരിക്കും ആ ഒരു ടോപ്പിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ കാണണമെന്നുണ്ടായിരുന്നു. അതെന്തായാലും കാണാൻ പറ്റിയില്ല. പക്ഷേ കുഴപ്പമില്ല, ഇവിടെ എല്ലായിടവും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അത്യാവശ്യം ഒക്കെ നമ്മൾ നന്നായിട്ടൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ ജസ്റ്റ് എത്തിയിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ പോയിട്ട് റൂം കണ്ടുപിടിക്കാൻ പോവുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴിയെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ പശുക്കളൊക്കെ നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് ശരിക്കും ഒരു അടിപൊളി എന്താ പറയുക, ഒരു വില്ലേജ് സ്റ്റൈലൊക്കെയാണ് ഇവിടെയൊക്കെ. പിന്നെ ഇവിടെ കസ്ബഗി സിബ്ലൈൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മുടെ പ്ലാനിൽ അതൊന്നും ഇല്ലാത്തത് കാരണം നമ്മൾ നേരെ സിറ്റിയിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഫുള്ള് സിറ്റി വ്യൂ കാണുന്നുണ്ട്. അപ്പം അത്യാവശ്യം കുറേ വരുന്ന വഴിക്ക് തന്നെ നമ്മൾ കുറേ കോട്ടേജ് പോലെയുള്ള നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഞങ്ങൾ ഉദ്ദേശിച്ച കോട്ടേജ് സ്റ്റൈലൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാവരും ബുക്ക്ഡ് ആയിരുന്നു. നമ്മളിപ്പം ഓൾമോസ്റ്റ് 7-7:30 ഒക്കെ ആകുമ്പോഴത്തേക്കാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് പോയി അന്വേഷിച്ചിട്ട് കാര്യമില്ലാത്തത് കാരണം അവസാനം നമുക്ക് കൈ കിട്ടി ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അതും അങ്ങനെ മോശമൊന്നും ആയിരുന്നില്ല, ഓക്കെ തന്നെയായിരുന്നു. ബസ്സിലൊക്കെ വരുന്നവരൊക്കെ ഈ ഒരു പോയിന്റിൽ നിർത്തിയിട്ടാണ് പിന്നെ ഇവിടുന്ന് വേറെ വണ്ടിയിലാണ് മുകളിലേക്ക് പോകാറുള്ളത്. പിന്നെ ചിലരുടെ കാറൊക്കെ ഇപ്പം നമ്മൾ സെൽഫ് ഡ്രൈവ് തന്നെയാണെങ്കിലും ചില കാറുകളൊന്നും മുകളിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിലും ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ലോക്കൽ ക്യാബ് റെൻറ്റിന് എടുത്തിട്ട് മുകളിലേക്ക് പോയിട്ട് വരാവുന്നതാണ്. അപ്പം നമ്മൾ എല്ലാ സ്ഥലത്തും സ്റ്റേ ചെയ്യാനുള്ള 1-2 ഓപ്ഷൻസ് കാണിക്കാറുണ്ട്. ഇപ്പം കോട്ടേജ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഞങ്ങൾ പോയിട്ട് ജസ്റ്റ് വീഡിയോ എടുത്ത് പോന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു കോട്ടേജ് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതായിരുന്നു. ശരിക്കും അവിടുത്തെ ആ ഒരു ഫ്രണ്ട് ഗാർഡനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കോട്ടേജും ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ കോട്ടേജസിൻ്റെ പേര് വരുന്നത് ഹിൽ സൈഡ് കസ്ബഗി എന്നാണ്. ഇവിടെ റേറ്റ് വരുന്നത് ഡബിൾ കോട്ടേജസിനൊക്കെ 300 ലാറിയാണ് വരുന്നത്. അപ്പോൾ ഓൾറെഡി എല്ലാ റൂംസും ബുക്കായിരുന്നത് കാരണം നമുക്ക് അകത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഈ ഒരു ഏരിയയിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഔട്ട്സൈഡ് വ്യൂ ഒന്നും കുഴപ്പമൊന്നുമില്ല, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷേ നമുക്ക് ആ ഒരു കോട്ടേജ് മാത്രം കിട്ടിയില്ല എന്നുള്ളൂ. പിന്നെ റേറ്റും വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയായിരുന്നു. ഞങ്ങൾക്കൊരു ഡബിൾ ബെഡ്റൂമിന് വന്നിട്ടുണ്ടായിരുന്നത് 140 ലാറിയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ പെർ പേഴ്സൺ 20 ലാറി അഡീഷണൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പേഴ്സണലി അവരുടെ സർവീസിനൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് പേരൊക്കെ ഓൺലൈനിൽ ഓൾറെഡി ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് വന്നവരുണ്ടായിരുന്നു. പക്ഷേ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിലാകുമ്പോഴത്തേക്ക് റിസപ്ഷനിൽ നോക്കുമ്പോൾ ഞങ്ങൾ ചർച്ചിൽ പോവുകയാണ്, 9 മണിക്ക് തിരിച്ചെത്തുള്ളൂ എന്നിങ്ങനെ ഒരു സ്റ്റിക്കർ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൂറ് പോകാൻ വരുന്നവർ ഒരിക്കലും 9 മണി വരെ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ ഭയങ്കര ഒരു മോശം സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. റൂമൊക്കെ വളരെ നല്ല റൂം തന്നെയായിരുന്നു. ഇപ്പോൾ 2 ഡബിൾ ബെഡ് ഇങ്ങനെയുണ്ട്, അതുപോലെ നല്ല വാഷ്റൂം, ബാക്കിയുള്ള ഫെസിലിറ്റീസ് എല്ലാം നല്ലത് തന്നെയായിരുന്നു. പിന്നെ കസ്ബഗിയിലെ ഒരു ക്ലൈമറ്റ് അനുസരിച്ചിട്ട് ഹീറ്റർ എന്തായാലും മസ്റ്റാണ്. അപ്പം ഇവിടെ റൂമിലാണെങ്കിലും വാഷ്റൂമിലാണെങ്കിലും ഒക്കെ ഹീറ്റർ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഹോട്ടലിൻ്റെ പേര് കസ്ബഗി ഷാലറ്റ് എന്നായിരുന്നു. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടൊക്കെ ഇടുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ പോയതിന് ശേഷമാണ് എല്ലാ റൂമുകളും ബുക്ക് ചെയ്തിരുന്നതെന്ന്. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞങ്ങളുടെ ഒരു 1-2 ഫ്രണ്ട്സൊക്കെ പോയ സമയത്തൊക്കെ അവർ എയർപോർട്ടിൽ നമ്മുടെ അക്കോമഡേഷനൊക്കെ എടുത്തിട്ടാണോ പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ട് എടുത്തിട്ടില്ലെങ്കിലും ഇപ്പോൾ ഒരു 5 ദിവസത്തേക്ക് പോകുന്നവർ 2 ദിവസത്തേക്കെങ്കിലും മിനിമം എടുത്ത് പോകുന്നതായിരിക്കും സേഫ് എന്ന് തോന്നുന്നുണ്ട്.
പിന്നെ ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ഇരുട്ടി പോയിട്ടുണ്ടായിരുന്നു. അത് കാരണം നമുക്കങ്ങനെ അധികം സെർച്ച് ചെയ്ത് നടക്കാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ അത്യാവശ്യം ഈ ഏരിയയൊക്കെ ഒന്ന് കറങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നു. ഒട്ടുമിക്ക കോട്ടേജുകളുടെയൊക്കെ ഫ്രണ്ടിലും ഇങ്ങനെ നമ്പറൊക്കെ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പറഞ്ഞ പോലെ സീസണൊക്കെ ഉള്ള സമയത്ത് ചിലപ്പം കിട്ടിയില്ല എന്നും വരാം. അതുകൊണ്ട് മാക്സിമം പറ്റുന്നിടത്തോളം ബുക്ക് ചെയ്തിട്ട് പോകാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ കസ്ബഗിയിൽ നമുക്ക് വേഗത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണിത്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുക്ക് ചെയ്ത് തുടങ്ങുള്ളൂ. അപ്പോൾ നമുക്ക് ഒത്തിരി ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസമാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒരു 12 മണിക്ക് ഷോപ്പ് തുറക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 മണി വരെയൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം ഞങ്ങൾ വേറൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അങ്ങനെ ടൈമിങ്ങും റേറ്റും അതുപോലെ തന്നെ ഒത്തിരി ഓപ്ഷൻസും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ കസ്ബഗിയിലെ ബാക്കിയുള്ള യാത്രാവിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ഇവിടുത്തെ കോഫി കുടിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടുത്തു. ദിവസങ്ങൾക്ക് ശേഷം ഒരു പാൽ ചായ കിട്ടിയിട്ട് സന്തോഷമാണ് എൻ്റെ മുഖത്ത്.